നമസ്കാരം കേരള. മദ്യനയ അഴിമതി കേസിൽ സർക്കാരിന് കൂടുതൽ കുരുക്കുമുറുകുമ്പോൾ സർക്കാർ ഇരുട്ടിൽ തപ്പുകയാണ്. ഒരുപാട് അഴിമതി കഥകൾ ഇപ്പോൾ തന്നെ പരിഹരിക്കാൻ ബാക്കി നിൽക്കുമ്പോഴാണ് അടുത്തതുകൂടി മുളപൊട്ടി പുറത്തു വരുന്നത്. അഴിമതി നടന്നിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ പുറത്തു വന്നതും സർക്കാരിനെ കൂടുതൽ പ്രശ്നത്തിലാക്കുന്നുണ്ട്. എന്നാൽ മദ്യനയ അഴിമതി കേസിൽ പ്രതിപക്ഷം വെറുതെ ഇരിക്കുന്നില്ല. കുറച്ചധികം വെള്ളം കുടിപ്പിക്കുന്ന 6 ചോദ്യങ്ങൾ പ്രതിപക്ഷ നേതാവ് സർക്കാരിന് മുന്നിൽ നിരത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ടൂറിസ്റ്റ് വകുപ്പ് എക്സൈസ് വകുപ്പിനെ മറികടന്ന വിഷയത്തിൽ ഇടപെട്ടത്? ടൂറിസം വകുപ്പിന് അനാവശ്യ തിടുക്കം എന്തിനാണ്? 2 മന്ത്രിമാരും ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്ന് കള്ളം പറഞ്ഞത് എന്തിനാണ്? DGPക്ക് എക്സൈസ് മന്ത്രി പരാതി നൽകിയത് എന്തിനാണ്? അഴിമതി മറച്ചുപിടിക്കാൻ വേണ്ടിയാണോ? KM മാണിക്കെതിരെ ബാർകോഴ ആരോപണം വന്നപ്പോൾ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് UDF സർക്കാർ ചെയ്തത്. എന്തുകൊണ്ടാണ് ആ മാതൃക ഇപ്പോഴുള്ള സർക്കാർ ചെയ്യാത്തത്? ഗുരുതരമായ ആരോപണങ്ങൾ വന്നിട്ട് മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത് എന്തുകൊണ്ട്? ഈ ചോദ്യങ്ങൾക്ക് സർക്കാരും മുഖ്യമന്ത്രിയും മറുപടി പറഞ്ഞേ മതിയാകൂ എന്നാണ് VD സതീശന്റെ ഭാഗം. എക്സൈസ് ടൂറിസം മന്ത്രിമാർ രാജിവെച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് VD സതീശൻ ആവശ്യപ്പെട്ടു. അതേസമയം മദ്യനയവുമായി ബന്ധപ്പെട്ട ആരുമായും ചർച്ച നടത്തിയിട്ടില്ലെന്ന എക്സൈസ് മന്ത്രിയുടെയും ടൂറിസം മന്ത്രിയുടെയും വാദം പച്ചക്കള്ളമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 2 മാസമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ്. ചീഫ് സെക്രട്ടറി കഴിഞ്ഞ മാസം വിളിച്ചു ചേർത്ത പ്രതിമാസ യോഗത്തിൽ റിപ്പോർട്ട് നൽകാൻ ടൂറിസം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. ഈ മെയ് 21-ന് ടൂറിസം വകുപ്പ് യോഗം ചേർന്നിട്ടുണ്ടെന്നും VD സതീശൻ പറഞ്ഞു. മദ്യനയത്തിൽ യോഗം വിളിച്ചതിന് തെളിവുണ്ട്. സൂം മീറ്റിംഗ് ആണ് വിളിച്ചത്. മെയ് 21-ന് ടൂറിസം വകുപ്പ് വിളിച്ച യോഗത്തിൽ ബാർ ഉടമകൾ പങ്കെടുത്തിട്ടുണ്ട്. യോഗത്തിൽ ഡ്രൈഡേയും ബാറിന്റെ സമയം വർദ്ധിപ്പിക്കുന്നതും ചർച്ചയായിട്ടുമുണ്ട്. ഇതിന് പിന്നാലെയാണ് കൊച്ചിയിൽ ബാർ ഉടമകളുടെ സംഘടനാ യോഗം ചേർന്നതും പണപ്പിരിവ് നടന്നതെന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നു. എന്നാൽ മന്ത്രിയുടെ വാദങ്ങൾ പൊളിയുന്ന തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. ടൂറിസം വകുപ്പ് മന്ത്രി വിളിച്ച യോഗത്തിൽ ബാർ ഉടമകൾ പങ്കെടുത്തു. ബാർ ഉടമകളുമായി മദ്യനയത്തിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ലായിരുന്നു എന്നാണ് MP രാജേഷ് അറിയിച്ചിരുന്നത്. എന്നാൽ യോഗത്തിൽ പങ്കെടുത്ത ബാർ ഉടമകൾ ഡ്രൈഡേ ഒഴിവാക്കണമെന്നും പ്രവർത്തന സമയം കൂട്ടണമെന്നും ആവശ്യപ്പെട്ടു. ആവശ്യങ്ങൾ പരിശോധിക്കുമെന്ന് യോഗത്തിൽ ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. മെയ് 21-ന് ടൂറിസം വകുപ്പ് ഡയറക്ടർ വിളിച്ച യോഗത്തിലാണ് ബാർ ഉടമകൾ പങ്കെടുത്തത്. ഇതിന്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. യോഗത്തിന്റെ ഏക അജണ്ട മദ്യനയ മാറ്റമായിരുന്നു. യോഗ വിവരം അറിയിച്ച ഓൺലൈൻ ലിങ്ക് നൽകി ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ഇമെയിൽ അയക്കുകയും ചെയ്തിട്ടുണ്ട്. ബാർ ഉടമകൾ, ഹോം സ്റ്റേ ഉടമകൾ തുടങ്ങിയവരാണ് നയമാറ്റത്തിനുള്ള നിർദ്ദേശം നൽകാനുള്ള യോഗത്തിൽ പങ്കെടുത്തത്. യോഗം കഴിഞ്ഞ 2 ദിവസത്തിനു ശേഷമാണ് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ എക്സിക്യൂട്ടീവ് യോഗം കൊച്ചിയിൽ ചേർന്നതും.